ഹായ്, കെ പി വോയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. ഇത്തവണ നമ്മൾ മനഃശാസ്ത്രപരമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. അതായത് സൈക്കോളജിക്കൽ ചില ഇഫക്റ്റുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇത്തരം ഇഫക്റ്റുകൾ? യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൽ ചില സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ അവർ ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കാൻ, അഥവാ എന്തുകൊണ്ട് അവരത് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് മനുഷ്യരങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഇത്തരം അറിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് ഫീൽഡിൽ നിങ്ങൾ ചിന്തിച്ചാലും ശരി. കാരണം മനുഷ്യൻ ഇടപെടുന്നിടത്ത് എല്ലാം മനഃശാസ്ത്രപരമായ ചില പാറ്റേണുകളുണ്ട് എന്നതാണ്. അത്തരം പാറ്റേണുകളെ മനസ്സിലാക്കിയിട്ടാണ് ബിസിനസ് രംഗം പ്രവർത്തിക്കുന്നത്, കുറ്റാന്വേഷണം പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരുപാട് തന്ത്രപ്രധാനമായ മേഖലകളിൽ മനഃശാസ്ത്രപരമായ അറിവ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊരു പരസ്യം കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമ കാണുമ്പോൾ, നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രിയേറ്റേഴ്സിന് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ, അഥവാ എങ്ങനെ സ്വാധീനിക്കണം എന്നൊരു ധാരണ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എന്ന്. ചില പരസ്യങ്ങളുണ്ട്, ഒറ്റ തവണ നമ്മൾ കണ്ടാൽ, ഒരു തവണ നമ്മൾ കേട്ടാൽ മതി, ആ വാചകങ്ങളും അത് ആവർത്തിക്കുന്ന രീതിയും അവർ ഇട്ട ഡ്രസ്സിൻ്റെ കളറ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അങ്ങനെ ആ ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു സർവീസിൻ്റെ ആ ഒരു കണ്ടൻറ്റ് അത് നമ്മുടെ മനസ്സിൽ ഒറ്റ തവണ കൊണ്ട് പതിഞ്ഞു പോകും എന്നതാണ്. ഇതൊക്കെ മനഃശാസ്ത്രപരമായി ഇത്തരം തിയറികൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കി വെക്കണമെന്ന് പറയുന്നത്. മാത്രമല്ല, ഇതിലെ ചതികളിൽ നിന്നും രക്ഷപ്പെടാനും ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഒന്നാമത്തേത് തിയറി ഓഫ് റെസിപ്രോസിറ്റി എന്നതാണ്. അതായത് നിങ്ങൾ എന്ത് കൊടുക്കുന്നുവോ അത് നിങ്ങൾക്ക് കിട്ടും എന്ന്. നിങ്ങൾ എന്താണോ കൊടുത്തത് അത് അതേപടിയെ തിരിച്ചു വരിക. ചിലപ്പോൾ അപ്പം തന്നെ വന്നോളണമെന്നില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടായാലും ആ രീതിയിൽ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ ഇതാണ്, നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. പല ആളുകളും ചോദിക്കാറുണ്ട് ജീവിതത്തിൽ ചതിയും കള്ളങ്ങളും എങ്ങനെ തിരിച്ചറിയാമെന്ന്, അഥവാ അതിൽ നിന്ന് എങ്ങനെ ഒഴിവായി നിൽക്കാമെന്ന്. ഏറ്റവും നല്ല നിങ്ങൾ സത്യസന്ധരായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കള്ളത്തരത്തെക്കുറിച്ചും ആ ഒരു സംശയദൃഷ്ടിയോടുകൂടി എല്ലാത്തിനെയും നോക്കിക്കണ്ടാൽ സ്വാഭാവികമായും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്തിലും ഏതിലും ചതിയുടെ ഒരു ലാഞ്ചന നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ടിരിക്കുക, നിങ്ങൾ സത്യസന്ധരായിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളോട് തിരിച്ചും അങ്ങനെയുള്ള അപ്രോച്ചുള്ള ആളുകളും അപ്രോച്ചുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും എന്നതാണ്. അതുകൊണ്ട് എന്ത് കൊടുക്കുന്നോ അത് തന്നെ തിരികെ കിട്ടും എന്നത് എപ്പോഴും ഓർക്കുക. അത് നമ്മളുടെ ഹ്യൂമൻ സൈക്കോളജിയുടെ ഒരു വലിയ ഘടകമാണ്. ഇനി അടുത്തത് തിയറി ഓഫ് ലയബിലിറ്റി എന്നതാണ്. പ്രത്യേകിച്ച് ഇമോഷണൽ ലയബിലിറ്റി. എന്താണ് ലയബിലിറ്റി എന്ന് പറയുന്നത്? കടം വാങ്ങുക അഥവാ കടപ്പാടുണ്ടാക്കുക എന്നതാണ് ആ വാക്കിൻ്റെ ഇവിടെയുള്ള മീനിങ്. നമ്മളുടെ വൈകാരികമായിട്ടുള്ളൊരു ലയബിലിറ്റി ഉണ്ടാക്കിയാൽ സ്വാഭാവികമായും അത് ആരുമായിട്ടുണ്ടാക്കിയോ അയാൾ നമ്മളെ തിരിച്ച് സഹായിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൽ ബിസിനസ്സിൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും കടകളിലൊക്കെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങളിലൊക്കെ ഇവരിത് വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അവരൊരു സാമ്പിൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. കുറച്ച് സാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ, ഒത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് നമുക്ക് തരും. ഈ ടേസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അവിടെ ഒരു ഇമോഷണൽ ലയബിലിറ്റി ഉണ്ടാവും. അതായത് വൈകാരികമായിട്ടുള്ളൊരു കടപ്പാടിൻ്റെ ചിന്താഗതി. അയാൾ എനിക്കത് തന്നു, അതിനർത്ഥം അയാൾക്ക് ആ പ്രൊഡക്റ്റിൽ നല്ല വിശ്വാസമുണ്ട്. ഞാനത് സ്വീകരിച്ച സ്ഥിതിക്ക് അയാൾക്ക് തിരിച്ച് ആ സാധനം വാങ്ങിയിട്ട് അയാളെ പ്രത്യുപകാരം ചെയ്തത് എൻ്റെ കടമയല്ലേ എന്നൊരു ചിന്ത കസ്റ്റമർക്കുണ്ടാകും. അതിലാണ് അവിടെ ബിസിനസ്സിൻ്റെ ആദ്യത്തെ പോസിറ്റീവ് സൈൻ ഉണ്ടാവുക. അതൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ മറ്റു പല രീതിയിലും തിയറി ഓഫ് ലയബിലിറ്റി ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്ക് ട്രയൽ പാക്കേജുകൾ തരുന്നത് അങ്ങനെയാണ്. പ്രത്യേകിച്ച് കുറച്ച് കാലത്തേക്ക് ഒരു ഫ്രീ സബ്സ്ക്രിപ്ഷൻ തരിക, അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് ഫ്രീ സർവീസ് തരിക. എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാം, അഥവാ അതിൽ പ്രത്യക്ഷത്തിൽ ഒരു ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തു തരും, ഒരു സഹായമായിട്ട് ചെയ്യുക. നിങ്ങൾ അങ്ങോട്ടൊരു സഹായം ചെയ്താൽ തിരിച്ചും നിങ്ങളെ ഇങ്ങോട്ട് സഹായിക്കുക. അഥവാ നിങ്ങൾ ചോദിക്കുന്ന സഹായം ചെയ്യാൻ മറ്റേയാൾക്കൊരു ടെൻഡൻസി ഉണ്ടാകും എന്നതാണ്. ആ ടെൻഡൻസിയെ പോസിറ്റീവായിട്ട് വിനിയോഗിക്കുക. അതാണ് തിയറി ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇമോഷണൽ ലയബിലിറ്റി. ഇത് സാമ്പത്തികമായിട്ടും ഒക്കെ ശരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കടപ്പാടുണ്ടാക്കി വെച്ചാൽ അതിനെ സ്വാഭാവികമായും ഇങ്ങോട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ ആളുകൾക്കൊരു ടെൻഡൻസി ഉണ്ടാകും. അതാണ് തിയറി ഓഫ് ലയബിലിറ്റി. അടുത്തതാണ് തിയറി ഓഫ് മിററിംഗ് എന്ന് പറയുന്നത്.
മിററിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരാളുടെ ചലനങ്ങൾ, അവരുടെ ഒരു ജെസ്റ്റേഴ്സ്, അവരുടെ സ്പീച്ചിൻ്റെ സ്റ്റൈല്, ഇത്തരം കാര്യങ്ങളെ നമ്മൾ പോലും അറിയാതെ നമ്മൾ അനുകരിക്കുക എന്നതാണ്. സത്യം പറഞ്ഞാൽ അനുകരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആവില്ല അത് ചെയ്ത്, പക്ഷേ അവരുണ്ടാക്കിയ ഒരു ഇംപ്രഷൻ, അവരുമായിട്ടുണ്ടാക്കിയ അവരുടെ ഒരു കരിസ്മ, അവരുടെ ഒരു വ്യക്തിപ്രഭാവം, ആ വ്യക്തിപ്രഭാവം കാരണം നമ്മൾ പോലും അറിയാതെ നമ്മൾ അവരുടെ ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ അനുകരിച്ചു പോകും എന്നതാണ്. സിനിമാ നടന്മാർ ഇതിനൊരു എക്സാമ്പിളാണ്. ചില സിനിമാ നടന്മാരുടെ പല യുണീക്കായിട്ടുള്ള ജെസ്റ്റേഴ്സ് ഉണ്ടാകും. അത്തരം ജെസ്റ്റേഴ്സ് അവരുടെ ആരാധകർ അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പെട്ടെന്ന് അത് പിടിച്ചെടുത്തിട്ട് അത് അനുകരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട റോൾ മോഡലായിട്ടുള്ള വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അയാളുടെ ചില ജെസ്റ്റേഴ്സ്, അയാളുടെ ചില രീതികൾ, അയാളുടെ ചില ഭാവങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇത് തിയറി ഓഫ് മിററിംഗ് ആണ്. ഇനി മിററിംഗ് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് നമ്മൾ അയാളെ സ്വാധീനിക്കാൻ തുടങ്ങി എന്നത് മിററിങ്ങിലൂടെ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മളുടെ ചില ജെസ്റ്റേഴ്സ്, നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അതവർ ഇങ്ങോട്ടിങ്ങനെ അനുകരിച്ച് അഥവാ അതിനെ അവരിങ്ങോട്ട് തിരിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, തിരിച്ച് ഫീഡ്ബാക്കിലൂടെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നമ്മൾ അവരിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ നമ്മളറിയാതെ അവരുടെ ജെസ്റ്റേഴ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഹീ ഈസ് സംവൺ സ്പെഷ്യൽ, അഥവാ അയാൾക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ നമ്മളിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് തിയറി ഓഫ് മിററിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 2/3 പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ പറയും. 2/3 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബിസിനസ്സിലൊക്കെ നമ്മൾ പോലും അറിയാതെ ഒരുപാട് രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് കസ്റ്റമർ സർവീസിൽ നെഗോഷിയേഷൻ സ്കില്ലുകൾ, ഇവിടെയൊക്കെ 2/3 പ്രിൻസിപ്പിൾ ഉണ്ട്. 2/3 പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളിലേക്ക് ആ തീരുമാനത്തിനെ കൊണ്ടുവരിക. അതിൽ 2 ഘടകങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ 3ാമത്തെ ഘടകത്തെ നമ്മൾ കോംപ്രമൈസ് ചെയ്യും എന്നതാണ്. ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളൊരു വാച്ച് വാങ്ങാൻ പോയി. ആ വാച്ച് വാങ്ങാൻ പോയ സമയത്ത് നിങ്ങളുടെ പ്രധാനപ്പെട്ട 3 ക്രൈറ്റീരിയ അഥവാ 3 മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ആ വാച്ചിൻ്റെ വില 1, രണ്ടാമത് ആ വാച്ച് കാണാൻ എത്രത്തോളം ഭംഗിയുണ്ട് 2, മൂന്നാമത് ആ വാച്ചിൻ്റെ ഫങ്ഷണാലിറ്റി, നിങ്ങളുടെ ജീവിത രീതി, നിങ്ങളുടെ ലൈഫിൻ്റെ സ്റ്റൈലുമായിട്ട് ആ വാച്ച് പൊരുത്തപ്പെട്ടു പോകണം. ഉദാഹരണം, നിങ്ങൾ വളരെ ഹൈ എൻഡ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആണെന്നുണ്ടെങ്കിൽ സാധാരണ സ്പോർട്സ് വാച്ച് നിങ്ങൾക്ക് ശരിയാവില്ല, നിങ്ങൾക്ക് ഒരു എക്സിക്യൂട്ടീവ് ലുക്കുള്ള വാച്ച് തന്നെ വേണം. അതുപോലെ തന്നെ നിങ്ങൾ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്നവരാണ്, നിങ്ങൾ ഒരുപാട് ഗ്രൗണ്ടിൽ പോയി കളിക്കുക അല്ലെങ്കിൽ റേസിങ്ങിൽ പങ്കെടുക്കുക, അങ്ങനത്തെ റിസ്കി ആയിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് വാച്ച് നിങ്ങൾക്ക് പറ്റില്ല, നേരെ മറ്റു സ്പോർട്സ് വാച്ച് തന്നെ വേണം. നിങ്ങൾ വളരെയധികം ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു ജീവിതമാണ് നിങ്ങളുടേതെങ്കിൽ, ഒരു IT പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് വാച്ചുകളായിരിക്കും കുറച്ചുകൂടി അഭികാമ്യം. അപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായി ചേരുന്ന ഒരു വാച്ചായിരിക്കണം അത്. അങ്ങനെ 3 ക്രൈറ്റീരിയയിൽ നിങ്ങൾ നിൽക്കുന്നു. ഇതിൽ 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ 3ാമത്തേത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യും, അഥവാ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും. അതെങ്ങനെ പറയാമെന്ന് വെച്ചാൽ, ഉദാഹരണം, പ്രൈസ് നിങ്ങൾ വിചാരിച്ച പോലെ അല്പം കൂടുതലാണ്. നിങ്ങൾ 5000 രൂപയാണ് ബഡ്ജറ്റ് ഇടുന്നത്, പക്ഷേ വാച്ചിൻ്റെ വില 7000 രൂപയാണ്. പക്ഷേ ബാക്കി 2 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായി എക്സ്ട്രാ 2000 രൂപ മുടക്കാൻ നിങ്ങൾ തയ്യാറാവും. അതുപോലെ തന്നെ തിരിച്ചും ഇതിൻ്റെ സ്റ്റൈലൊരല്പം വ്യത്യാസമുണ്ട്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ അത്ര ചേരുന്ന വാച്ചൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്കത് മൊത്തത്തിൽ ഇഷ്ടമാവുകയും ചെയ്തു. അതുപോലെ പ്രൈസും നിങ്ങൾ ഒക്കുന്ന സമയത്താണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന ആ ഒരു ഘടകത്തെ തൽക്കാലത്തേക്കൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് ആ വാച്ച് വാങ്ങാൻ നിങ്ങൾ മുന്നോട്ട് പോകും. ഇതുപോലെ നിങ്ങൾ മറ്റൊരാളെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ട 3 ക്രൈറ്റീരിയയിലേക്ക് അതിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ക്രൈറ്റീരിയയിലേക്ക് കൊണ്ടുവരിക. ആ ക്രൈറ്റീരിയകളിൽ 3ൽ 2 ഭാഗം സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തിന് അവർക്ക് മുന്നിൽ അവതരിപ്പിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും 3ാമത്തെ കാര്യത്തിൽ അവരൊന്ന് കോംപ്രമൈസ് ചെയ്യും, അഥവാ നമുക്ക് സംസാരിച്ചവരെ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത്, നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു തീരുമാനം എടുക്കുന്നതിന് കൺഫ്യൂഷൻസ് ഉണ്ടാകും. അത്തരം സാഹചര്യങ്ങളിലും ഇങ്ങനെ ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ 3 കാര്യങ്ങളിലേക്ക് ഇത് കൊണ്ടുവരിക. അപ്പോൾ ബാക്കി 2 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ 3ാമത്തേൽ കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്നതാണ്. ഇത് 2/3 പ്രിൻസിപ്പിൾ.
ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ചില പ്രത്യേകതയാണ്. നമ്മുടെ മനസ്സ് എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്, എങ്ങനെയാണ് ചിന്തിച്ചു പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാക്കിയിട്ടുള്ള ചില തിയറികളാണ്. ഇത്തരം തിയറികൾ നിങ്ങളുടെ അഡ്വാൻറ്റേജിനും മറ്റുള്ളവരുടെ അഡ്വാൻറ്റേജിനും ഒരേപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിച്ച് പ്രിയപ്പെട്ടവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.